ബഹുമാനികളെ, മയ്യത്ത് നിസ്കാരത്തിൻ്റെ ചർച്ചയാണ്. അതിലിപ്പം ഈ കുട്ടിക്കുള്ള നിസ്കാരത്തിൻ്റെ ദുആയാണ്. ഇതുവരെ നമ്മൾ എല്ലാവർക്കുമുള്ള ദുആ പറഞ്ഞു. അതിൻ്റെ ശേഷം മറ്റൊരു ദുആയും കൂടി പറഞ്ഞു. അതിന് ശേഷം ഇനി ചെറിയ കുട്ടികൾ, ബുലൂഅത്താത്ത കുട്ടികൾ, അവർക്കുള്ള ദുആ അതും കൂടെ വർദ്ധിപ്പിക്കൽ സുന്നത്തുണ്ട്. വയസീദു അയ്ളൻ ഫി സ്വലാത്തി അല ത്വിഫ്ലി, ചെറിയ കുട്ടി, തിഫ്ല്, തിഫ്ലത്ത്, ചെറിയ കുട്ടി, ചെറിയ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അതിനു വേണ്ടിയുള്ള ദുആ അല്ലാഹുമ്മ ജഅൽഹു ഫറതൻ ലി അബവൈഹി വസലഫൻ വദുഖ്റൻ വഇളതൻ വഇതിബാറ وشفيعا وثقل به موازينهما وأفرع الصبر على قلوبهما ولا تفتنهما بعده ولا تحرمهما أجره. അല്ലാഹുവേ, ജഅൽഹു, ഈ കുട്ടിയെ നീ ആക്കണേ, ഫറത്തൻ ലി അബവൈഹി, ഈ കുട്ടിയുടെ മാതാവിനും പിതാവിനും ഒരു സൂക്ഷിപ്പ് സ്വത്ത്. സൂക്ഷിപ്പ് സ്വത്ത് എന്ന് പറഞ്ഞാൽ ഒരു സാധനം സൂക്ഷിക്കാൻ വേണ്ടി എടുത്തു വെച്ചാൽ അത് ഭാവിയിൽ ഉപകരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ കുട്ടി അങ്ങനെയാണ്, നേരത്തെ പോയിരിക്കുകയാണ്. അപ്പം ആ കുട്ടി ഈ മാതാവിനും പിതാവിൻ്റെയും മസാലിഹുകൾക്ക്, ഗുണകരമായ കാര്യങ്ങൾക്ക് വേണ്ടി ആ കുട്ടി അവിടെ അങ്ങനെ കാത്തിരിക്കും. അള്ളാഹു ആ രൂപത്തിലാക്കി കൊടുക്കട്ടെ. ചെറിയ മക്കൾ അങ്ങനെ. ഫറത്തൻ ലി അബവൈഹി വസലഫൻ വദുഖ്റൻ, ഇതൊക്കെ ഒരേ അർത്ഥ. മുന്നേ പോയ ആൾ, മുന്നേ പോയ, നേരത്തെ ചെന്ന് ഒരു സൂക്ഷിപ്പ് സ്വത്തായിട്ട് അവിടെ ഇങ്ങനെ കിടക്കുക. ചെറിയ മക്കളൊക്കെ മരിച്ച ഒരുപാട് ആളുകളുണ്ടാവും, ഒരുപാട് പേർ. അപ്പം നമ്മളെ പള്ളിക്കാട്ടിലും തന്നെ ചെറിയ ചെറിയ കുഞ്ഞു മക്കളുണ്ട്. വഇളതൻ വഇതിബാറ, ഉപദേശം, ഗുണപാഠമുള്ള ആളാക്കി ഈ കുട്ടിയെ നീ മാറ്റണേ. ഗുണപാഠാണ്. ആ കുട്ടി മരണപ്പെട്ടതിൻ്റെ പേരിൽ ഇവർക്കൊരുപാട് ഗുണപാഠങ്ങൾ ഉണ്ടാവും. ചെറിയ കുഞ്ഞിമോൻ അല്ലെങ്കിൽ കുഞ്ഞിമോൾ അവർ മരണപ്പെട്ടു പോയതിൻ്റെ പേരിൽ ദുഃഖിക്കുന്ന മാതാവിനും പിതാവിനും ആണ് വേണ്ടിയിട്ടാണ് ഇവിടെ ദ്വാർക്കുന്നത്. വഷഫീഅൻ, റെക്കമെൻഡ് ചെയ്യുന്ന, ഷഫായത്ത് ചെയ്യുന്ന ആളാക്കി ഈ കുട്ടിയെ മാറ്റണേ. ഈ കുട്ടി എന്ത് ചെയ്യും? ഉമ്മാൻ്റെയും ബാപ്പാൻ്റെയും തുണിക്കോന്തലമ്മ പിടിച്ചിട്ട് വലിച്ചുകൊണ്ട് പോകുന്ന സ്വർഗത്തേക്ക്. സയ്യിദുനാ റസൂലുള്ളാഹി. ആ കുട്ടികളെ നോക്കാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വർഗത്തിൻ്റെ മുറ്റത്ത് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ സ്വർഗത്തേക്ക് പോകൂല. അവർക്ക് സ്വർഗം അവർക്ക് അനുവദിക്കപ്പെട്ടിട്ടും അവർ പോകൂല. എന്നിട്ട് എന്ത് ചെയ്യും? ഞങ്ങളെ മാതാവും പിതാവും വരട്ടെ എന്നും പറഞ്ഞ് അവർ കാത്തിരിക്കുക. അതുകൊണ്ടാണ് മാതാവിനും പിതാവിനും ഒരു മുൻവിരുന്നാണ് ഈ കുട്ടി പോയി എന്നത്. വസഖ്തൽ ബിഹി മവാസീനഹുമാ, ഈ കുട്ടി കാരണം അവരുടെ രണ്ടുപേരുടെയും മീസാൻ, നന്മയും തിന്മയും തൂക്കുന്ന ത്രാസ്, നന്മ കൊണ്ട് ഭാരം കൂട്ടിക്കൊടുക്കണേന്ന്. ഈ മാതാവിനും പിതാവിനുള്ള ത്രാസിൽ നന്മയുടെ തട്ടിന് ഭാരം കൂട്ടിക്കൊടുക്കാനുള്ളൊരു നിധിയാണ് ഈ കുട്ടി. ക്ഷമ ചൊരിഞ്ഞു കൊടുക്കണേ അലാ ഖുലൂബിഹിമ, മാതാവിനും പിതാവിൻ്റെയും മനസ്സിന് ക്ഷമിക്കാനുള്ള പവർ വേണം. ആ ക്ഷമയുടെ കൂലി വലുതാണ്. അതാ പിന്നെ പറഞ്ഞത് വലാ തഫ്തിൻഹുമാ ബഅദഹു, ഈ കുട്ടിക്ക് ശേഷം അവർ രണ്ടുപേരെയും നീ കുഴപ്പത്തിലാക്കരുത്. മാതാവിനും പിതാവിനും കുട്ടി പോയി എന്നതിൻ്റെ പേരിലുള്ള വിപത്തുകളൊന്നും ഉണ്ടാവരുത്. വലാ തഹ്രിംഹുമാ അജ്റഹു, രണ്ടുപേരുടെയും കൂലി നീ തടയരുത്. ഈ കുട്ടി മരിച്ചതിൻ്റെ പേരിൽ അവർ ക്ഷമിച്ചല്ലോ, അപ്പൊ ക്ഷമക്കൊരുപാട് പ്രതിഫലങ്ങളുണ്ടല്ലോ. ആ കൂലി നീ ഒരിക്കലും തടയരുത് എന്ന ദുആയോടുകൂടെ നമ്മുടെ മയ്യത്ത് നിസ്കാരത്തിൻ്റെ പ്രാർത്ഥനയും അവിടെ കഴിഞ്ഞു. ഈ ദുആകളൊക്കെ നാം അറിയണം, നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. എന്നിട്ട് കുട്ടി മരിച്ചാൽ അതിനുള്ള സ്പെഷ്യൽ ദുആ അത് വേറെ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പം അങ്ങനെ ഓരോ ദുആകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കേട്ട് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. റഹ്മാനുർ റഹ്മാനായ അല്ലാഹ്, ഞങ്ങളുടെ പ്രഭാത സമയത്തുള്ള സംസാരം നീ അമലുൻ സാലിഹായി സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹസ്സലാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ പള്ളിയുടെ നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി തരണേ അല്ലാഹ്. ജീവിതത്തിൽ സുഖം നൽകണേ അല്ലാഹ്. പരീക്ഷണങ്ങളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാഹ്. മുസ്ലിം ഉമ്മത്തിനെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്.
ഉലമാഇന് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. മരണപ്പെട്ടു പോയവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഖൈറിലാക്കണേ അല്ലാ. എന്തെങ്കിലും വല്ല ആഫത്ത് മുസീബത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ തട്ടി മാറ്റണേ അല്ലാ. ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഖബറിൽ കിടക്കുന്ന ചെറിയ ചെറിയ പിഞ്ചോമന മക്കൾ മരണപ്പെട്ടു പോയതിന്റെ പേരിൽ ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമ നൽകണേ അല്ലാ. ഈ പറയപ്പെട്ട ഗുണങ്ങളൊക്കെ അവർക്ക് നീ നൽകണേ റഹ്മാനെ. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا മുഹമ്മദ്. അല്ലാഹുവേ, നമ്മളെ മഹല്ലിലുള്ള ഒരുപാട് സഹോദരിമാർ കസേരക്ക് പൈസ തന്ന് അത് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹുവേ, അതിനെ സഹായിച്ച എല്ലാവരെയും നീ സഹായിക്കണേ റഹ്മാൻ. റഹമുർ റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ മഹല്ലിലുള്ള എല്ലാ രോഗികൾക്കും കുടുംബത്തിലുള്ള രോഗികൾക്കും നീ ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. വിദേശത്തും സ്വദേശത്തുള്ള എല്ലാവരുടെ ജോലിയിലും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. وصل